അന്നമനട പഞ്ചായത്തിലെ ഹരിത കർമ്മസേനയുടെ സേവനത്തിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ നിന്നും ചില്ലുഭരണി തെറിച്ചു വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക് പറ്റിയെന്ന് പരാതി. വലിയ പറമ്പ് സ്വദേശിയായ പൈക്കാട്ട് വീട്ടിൽ ജിനീഷിനാണ് പരിക്കേറ്റത്. ക്ഷേത്രത്തിലെ പൂജാരിയെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതിനെതിരെ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി. വടക്കൻ പറവൂർ തത്തപ്പിള്ളി ദുർഗാ ക്ഷേത്രത്തിലെ പൂജാരിയെയാണ് കരപ്രമാണി ജാതി പറഞ്ഞ് ആക്ഷേപിച്ചത്. ചാലക്കുടി കലാഭവൻ മണി സ്മാരക പാർക്കിലെത്തുന്നവരെ വരവേൽക്കാൻ ഗജരാജ ശില്പം തയ്യാറായി. വിമർശനങ്ങൾക്ക് ഫലം കണ്ടുവെന്ന സംതൃപ്തിയിലാണ് നാട്ടുകാർ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അന്നമനട പഞ്ചായത്തിലെ ഹരിത കർമ്മസേനയുടെ സേവനത്തിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ നിന്നും ചില്ലുഭരണി റോഡിൽ തെറിച്ചു വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക് പറ്റിയെന്ന് പരാതി. നവംബർ 15-നാണ് സംഭവം. വലിയ പറമ്പ് സ്വദേശിയായ പൈക്കാട്ട് വീട്ടിൽ ജിനീഷിനാണ് പരിക്കേറ്റത്. പെയിന്റിംഗ് ജോലി കഴിഞ്ഞ് പാലിശ്ശേരിയിൽ നിന്നും മടങ്ങി വരവെ കുമ്പിടിയിലാണ് സംഭവം. പഞ്ചായത്ത് വാഹനം ചെറിയ കുഴിയിൽ വീണതിനെ തുടർന്ന് ചില്ലുഭരണി ബൈക്ക് യാത്രക്കാരന്റെ കാലിലേക്ക് വീഴുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. തുടർന്ന് നിയന്ത്രണം തെറ്റിയ ജിനീഷ് റോഡിൽ വീണ് കാലിന് പരിക്കേൽക്കുകയായിരുന്നു. ഈ സമയം ഇതുവഴി വന്ന ആംബുലൻസിൽ കയറ്റി ജിനീഷിനെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അപകടത്തിൽ ഇയാളുടെ കാലിന് 21 സ്റ്റിച്ചുണ്ട്. വിവരമറിഞ്ഞ അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആശുപത്രി ചെലവുകളെല്ലാം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീടൊന്നും നൽകാൻ തയ്യാറായില്ലെന്നും ജിനീഷ് പറയുന്നു. ഞാനിങ്ങനെ പാലിശ്ശേരിയിൽ പണി കഴിഞ്ഞിട്ട് അന്നമനട വഴി വരുന്ന വഴിക്ക് അന്നമനടയിൽ നിന്ന് വലിയോർമ്മിലേക്ക് വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതുപോലെ പഞ്ചായത്തിൻ്റെ വണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്തോ തെറിച്ച് ഇങ്ങനെ ഒരു കുട്ടി തെറിച്ച് വീണത് കണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് എനിക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ ബ്രേക്ക് ചെയ്ത് സ്കിഡ് ചെയ്ത് വീഴുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു ആംബുലൻസ് വരുന്നുണ്ടായിരുന്നു. ഞാൻ ആംബുലൻസ് കൈ കാണിച്ച് നിർത്തി നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പഞ്ചായത്തിൻ്റെ ആളുകൾ വന്നിട്ട് ചിലവുകളെല്ലാം നോക്കിക്കോളാം, ബാധ്യതകളൊക്കെ അവർ ഏറ്റെടുത്തോളാം എന്നുള്ള രീതിയിൽ എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാന്നുള്ള രീതിയിലാണ് ആദ്യം സംസാരിച്ചിരുന്നത്. പിന്നീട് ഇപ്പോൾ അവർ പറയുന്നത് കേസായി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ബില്ല് ഞങ്ങൾ പേ ചെയ്യില്ല. അപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അത് ഞാൻ തന്നെ പേ ചെയ്യണമെന്നാണ് ഹോസ്പിറ്റലിൽ പറയണത്. കൂടാതെ ജിനീഷിന്റെ മൊബൈലിനും ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കുറച്ചു ദിവസത്തേക്ക് ഇനി ജോലിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതേസമയം അന്നമനട ഹരിതകർമ്മ വാഹനം യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അളവിൽ കൂടുതൽ സാധനങ്ങൾ നിറച്ചാണ് വാഹനത്തിൽ കൊണ്ടുപോകുന്നതെന്ന ആക്ഷേപം ഉണ്ട്. പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ജിനീഷ്. മീഡിയ ടൈം, മാള. എറണാകുളം വടക്കൻ പറവൂർ തത്തപ്പിള്ളി ദുർഗാ ക്ഷേത്രത്തിലെ പൂജാരി വിഷ്ണുവിനെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതിനെതിരെ പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി. ക്ഷേത്രത്തിൽ വിശ്വാസികളുടെ മുന്നിൽ വെച്ചാണ് ജാതി ചോദിച്ച് വിഷ്ണുവിനെ അപമാനിച്ചത്. പട്ടികജാതിക്കാരനാണ് പൂജാരിയെങ്കിൽ ഇനി മുതൽ വഴിപാടുകൾ നടത്താൻ തയ്യാറല്ലെന്നും ഇയാൾ പരസ്യമായി പറയുകയായിരുന്നു. കരപ്രമാണിയായിട്ടുള്ള KS ജയേഷാണ് ജാതി അധിക്ഷേപം നടത്തിയത്. വിഷ്ണു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പറവൂർ ടൗണിലെ പ്രമുഖ ആധാരമെഴുത്തുകാരനാണ് ജയേഷ്. ജയേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ടെങ്കിലും പോലീസ് ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ജയേഷിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി ക്ഷേമ സമിതി പറവൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ സമ്മേളനം ജില്ലാ സെക്രട്ടറി KK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. AG മുരളി, PO സുരേന്ദ്രൻ, L ആദർശ്, സുനിത ബാലൻ, KV ശിവൻ, PK ശേഖരൻ, MK സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, പറവൂർ. ചാലക്കുടി കലാഭവൻ മണി സ്മാരക പാർക്കിലെത്തുന്നവരെ വരവേൽക്കാൻ ഗജരാജ ശില്പം തയ്യാറായി. പാർക്കിന്റെ പ്രവേശന കവാടത്തിൽ 1 വർഷം മുമ്പാണ് ശില്പത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. സിമന്റും കമ്പിയും ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിച്ചെങ്കിലും പിന്നീട് പാതിവഴിയിൽ വെച്ച് നിർമ്മാണം നിലച്ചു. 1 വർഷത്തോളമായി കൊമ്പും വാലുമില്ലാതെ അപൂർണമായ ശില്പം പാർക്കിൽ അപശകുനമായി നിൽക്കുകയായിരുന്നു. നഗരസഭയും ശില്പിയും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് ശില്പനിർമ്മാണത്തിന് തടസ്സമായതെന്ന് പറയുന്നു. നിത്യേന 2 നേരവും നിരവധി പേരാണ് പാർക്കിൽ എത്തുന്നത്. ഇവരുടെയൊക്കെ പരിഹാസപാത്രമായി മാറുകയായിരുന്നു ഗജരാജ ശില്പം. ശില്പം പൂർത്തീകരിക്കാത്തതിന്റെ പേരിൽ നഗരസഭയ്ക്കെതിരെ വലിയ വിമർശനവുമുണ്ടായി. പാർക്കിന്റെ പല ഭാഗത്തും കാടുകയറി ഇഴജന്തുക്കളുടെ താവളമായി മാറിയെന്ന വിമർശനം നിൽക്കുമ്പോൾ തന്നെയാണ് ആനയുടെ പേരിലും വിമർശനമുയർന്നത്. ഇതിനിടെയാണ് ശില്പനിർമ്മാണത്തിന് വീണ്ടും ജീവൻ വച്ചത്.
കൊമ്പും വാലുമൊക്കെയായി ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് ഗജരാജ ശില്പം ഇപ്പോൾ പൂർത്തിയാകുന്നത്. ഇത് കലാഭവൻ മണി പാർക്കിന് അഴകായി മാറും. ഇപ്പോൾ തന്നെ പാർക്കിൽ എത്തുന്നവരുടെ പ്രിയപ്പെട്ടവനായി മാറി ഗജരാജ ശില്പം. അവസാന മിനുക്കുപണി കൂടി പൂർത്തിയായാൽ ഗജരാജനെ നാടിന് സമർപ്പിക്കും. ഗജരാജ ശില്പം പൂർത്തീകരിക്കാത്തത് സംബന്ധിച്ചുയർന്ന വിമർശനങ്ങൾക്ക് ഫലം കണ്ടുവന്ന സംതൃപ്തിയിലാണ് നാട്ടുകാർ. പാർക്കിനകത്തുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് പാർക്കിൽ എത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും സാമൂഹ്യ വിരുദ്ധർ വൃത്തികേടാക്കിയ പ്രവേശന കവാടത്തിലെ ബോർഡ് പുനർനിർമ്മിക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. കേരള ടൂറിസം വകുപ്പിന്റെയും മുസിരീസ് ഹെറിറ്റേജ് പ്രൊജക്ടിന്റെയും ആഭിമുഖ്യത്തിൽ മാളയിൽ ഹെറിറ്റേജ് വാക്ക് സംഘടിപ്പിച്ചു. നവംബർ 19 മുതൽ 25 വരെ നടക്കുന്ന ലോക പൈതൃക വാരത്തിന്റെ ഭാഗമായാണ് പൈതൃക നടത്തം സംഘടിപ്പിച്ചത്. ചരിത്രമുറങ്ങുന്ന മാളക്കടവിൽ BR സുനിൽകുമാർ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. ആദ്യത്തെ ജുമ നടന്ന പള്ളി ചേരമാൻ ജുമാ മസ്ജിദ് നമ്മുടെ മണ്ണിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കാവ് നിലകൊള്ളുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രം നമ്മുടെ മണ്ണിലാണ്. ജൂതന്മാർ വന്നിറങ്ങിയത് കൊടുങ്ങല്ലൂരിൽ നിന്ന് മാളയിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് നമ്മുടെ മണ്ണിലാണ്. അങ്ങനെ ഒരു മതേതരത്വത്തിൻ്റെ മുഖമായിട്ടും ലോകത്തിൻ്റെ കവാടമായിട്ടും എല്ലാ മതങ്ങളും ഒത്തുചേർന്നിട്ടുള്ള ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങളാണ്. ഈ ലോക ചരിത്രമെടുത്താലും ഇന്ത്യാ ചരിത്രമെടുത്താലും കേരളത്തിൻ്റെ ചരിത്രമെടുത്താലും നമ്മുടെ മുസ്ലിസിന് കൊടുങ്ങല്ലൂരിൻ്റെ മറ്റൊരു ഇന്നത്തെ പേരായിട്ടുള്ള മുസ്ലിസ് പൈതൃകത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ലോക ചരിത്രത്തിലുണ്ട്, ഇന്ത്യാ ചരിത്രത്തിലുണ്ട്, കേരള ചരിത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇടം പിടിച്ചിട്ടുള്ളൊരു നാട് ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ നാട്. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. രമേശ് കരിന്തലക്കൂട്ടം പൈതൃക ഗാനം ആലപിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, മാള പൈതൃക സംരക്ഷണ സമിതി പ്രസിഡന്റ് പ്രൊഫസർ C കർമ്മചന്ദ്രൻ, സെക്രട്ടറി PK കിട്ടൻ, മുസരീസ് പ്രൊജക്ട് അഡ്മിനിസ്ട്രേഷൻ മാനേജർ KV ബാബുരാജ്, മ്യൂസിയം മാനേജർ സജന വസന്തരാജ് എന്നിവർ സംസാരിച്ചു. മാള കാർമൽ കോളേജ്, കോട്ടയ്ക്കൽ സെന്റ് തെറാസസ് കോളേജ്, മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഹൈസ്കൂൾ ഉൾപ്പെടെ വിദ്യാലയങ്ങളിൽ നിന്നായി നൂറുകണക്കിന് വിദ്യാർത്ഥികളും കലാ സാംസ്കാരിക പ്രവർത്തകരും നടത്തത്തിൽ പങ്കാളികളായി. യഹൂദ സെനഗോഗ്, സെമിത്തേരി എന്നിവയിലൂടെ സഞ്ചരിച്ച് പൈതൃക നടത്തം പഞ്ചായത്ത് ഹാളിൽ സമാപിച്ചു. കൊമ്പിടിഞ്ഞാമാക്കൽ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാള ഗുരുധർമ്മം ആശുപത്രിയുടെ സഹകരണത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി കൂട്ടായ്മ ആരംഭിച്ചതിന് ശേഷം ഈ കൊമ്പിടി മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ കണ്ടു, കുറേ നാളുകളായിട്ട് നമുക്ക് പോലീസിന്റെ സഹായം കൊമ്പിടി സെന്ററിൽ കിട്ടാറില്ല. ട്രാഫിക് ഗതാഗത കുരുക്ക്, ആ കുരുക്ക് ഒഴിവാക്കാനായിട്ട് ഒരു ആളെ തിരിച്ചുവിടാനായിട്ട് വാഹനങ്ങൾക്ക് നിയന്ത്രിച്ചു വിടുന്നതിൻ്റെ ഒരു സ്ഥിരം ഒരാളെ വെച്ചതായി കാണുന്നു. ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ക്യാമറ, ഈ കുറ്റകൃത്യങ്ങളൊക്കെ അങ്ങാടികളിലൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ ഈ മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയുന്നത് കണ്ടുപിടിക്കാൻ കഴിയുന്ന രീതിയിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. അത് വലിയ സന്തോഷം. അപ്പോൾ ഇപ്പോൾ മെഡിക്കൽ ക്യാമ്പ്, മെഗാ മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ആരോഗ്യ മേഖലയിൽ നമ്മുടെ കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ്. ഇവിടെ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ കേരളമാണ്. മാതൃമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് കേരളമാണ്. ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ ഏത് സംസ്ഥാനത്തിനാണെന്ന് വെച്ചാൽ കേരളം. നമ്മുടെ ആരോഗ്യ മേഖല വികസിത രാജ്യമായ അമേരിക്കയ്ക്കൊപ്പമാണ് എന്ന് പറയാൻ അത് അലങ്കാരത്തിൽ പറയുന്നതല്ല, അത് ശരിയാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേരളം അത്രയും തിളക്കമാർന്ന പ്രവർത്തനമാണ് ആരോഗ്യ മേഖല നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യാപാരി കൂട്ടായ്മ പ്രസിഡന്റ് PA ജോബി അധ്യക്ഷത വഹിച്ചു. തോംസൺ ഗ്രൂപ്പ് MD PT ഡേവിസ് മുഖ്യാതിഥിയായിരുന്നു. TP രാജീവ്, അഡ്വക്കേറ്റ് MS വിനയൻ, ഷൈനി തിലകൻ, മിനി പോളി, രേഖ സന്തോഷ്, NA ഇഗ്നേഷ്യസ് എന്നിവർ സംസാരിച്ചു. KPMS മാള യൂണിയൻ ഗുരുതിപ്പാല ശാഖയിൽ നിന്നും പ്രതിഷേധ സമരമായി പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്തുകൾ അയക്കുന്നതിനായി
വീടുകൾ സന്ദർശിച്ച് പോസ്റ്റ് കാർഡ് വിതരണം ചെയ്തു. യൂണിയൻ സെക്രട്ടറി NK പ്രേമവാസൻ, ജെനീഷ് കുറ്റിപ്പറമ്പത്ത്, ശാഖ പ്രസിഡന്റ് സുമതി പ്രദീപ്, വൈസ് പ്രസിഡന്റ് സ്വാതി പ്രതീഷ്, സെക്രട്ടറി സുബ്രൻ, ചിത്ര പ്രദോഷ്, പഞ്ചമി കൺവീനർ സുനിത, ജോയിന്റ് കൺവീനർ രജിത, വിദ്യാർത്ഥികളായ ഭദ്ര പ്രദോഷ്, അദ്വൈത് പ്രദോഷ്, ദേവകൃഷ്ണ പ്രതീഷ്, ഭഗവത് കൃഷ്ണ രതീഷ്, വൈഷ്ണവ് രതീഷ്, കാർത്തിക, ദയ, ശ്രീലക്ഷ്മി, ശ്രേയ K പ്രദീപ് എന്നിവരും ഉണ്ടായിരുന്നു. മാള ഫൊറോന ദേവാലയത്തിൽ 2025 വർഷത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാളിന്റെ ഭാഗമായി മാള ടൗൺ അമ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ടൗൺ അമ്പിന്റെ ആദ്യ സംഭാവന കൂപ്പൺ കൈമാറി. മാള ഫൊറോന ദേവാലയ വികാരി ഫാദർ ജോർജ് പാറമൻ, കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ, ഷാജു കുന്നത്തോളി, ജോസ് പയ്യപ്പിള്ളി, കൺവീനർ ഡെന്നി പള്ള, പീറ്റർ പാറേക്കാട്ട് എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗം ആരോപിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ ഡിലിമിറ്റേഷൻ മാർഗരേഖയിലെ ചട്ടങ്ങൾ പാലിക്കാതെ ഭരണകക്ഷിയുടെ സ്ഥാപിത താൽപര്യങ്ങൾ മാത്രം മാനദണ്ഡമാക്കിയാണ് വാർഡ് വിഭജനത്തിന്റെ കരട് രേഖ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലെ വാർഡുകളിൽ ഏറ്റവും കുറവ് ജനസംഖ്യയായ 1145 വോട്ടുകൾ മാത്രമുള്ള 1-ാം വാർഡിലെ 30 വീടുകൾ വെട്ടിമാറ്റിയിരിക്കുന്നു. 30 വീടുകൾക്ക് 2011 സെൻസസ് കണക്ക് പ്രകാരമുള്ള ശരാശരി 90ഓളം വോട്ടുകൾ കൂടി നിലവിലുള്ള 1150 വോട്ടുകളിൽ നിന്നും കുറഞ്ഞ അതേ വാർഡിൽ ഇപ്പോൾ കരട് പട്ടികയിൽ 1348 വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർഗരേഖയിലെ ചട്ടപ്രകാരം എല്ലാ വാർഡുകളും ഭൂമിശാസ്ത്രപരമായി പുനർനിർണയിക്കണമെന്നിരിക്കെ കിലോമീറ്ററുകളോളം ദൂരമുള്ള വാർഡുകളെല്ലാം വിഭജനത്തിൽ നിന്ന് ഒഴിവാക്കി വളരെ ചെറിയ ഭൂവിസ്താരമുള്ള വാർഡുകളടക്കം 4-5 വാർഡുകൾ മാത്രം കേന്ദ്രീകരിച്ചാണ് വാർഡ് വിഭജന പ്രക്രിയ തയ്യാറാക്കിയിരിക്കുന്നത്. നിയമങ്ങളും ചട്ടങ്ങളും നോക്കാതെ ഭൂമി ശാസ്ത്രപരമായി ഒരുമിച്ച് കിടക്കുന്ന ചെറിയ ജനവാസ കേന്ദ്രങ്ങളായ ഉൾപ്രദേശങ്ങളെ കീറിമുറിച്ചിരിക്കുകയാണ്. എങ്ങനെയും പഞ്ചായത്ത് ഭരണം നിലനിൽക്കണമെന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വാർത്ഥ താൽപര്യത്തിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയാണെന്നും പുത്തഞ്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗം ആരോപിച്ചു. ഇതിനെതിരെ ഡിലിമിറ്റേഷൻ കമ്മിറ്റി മുൻപാകെ പരാതി സമർപ്പിക്കാനും യോഗം തീരുമാനിച്ചതായി VA നദീർ പത്രപ്രസ്താവനയിലൂടെ അറിയിച്ചു. കയ്പമംഗലം കാക്കത്തിരുത്തി ബദർപള്ളി മഹല്ല് നിവാസികളുടെ UAE സൗഹൃദ കൂട്ടായ്മ അമൽഗൈർ നിർമ്മിച്ച മയ്യത്ത് പരിപാലന കേന്ദ്രത്തിന്റെ താക്കോൽദാനം നടത്തി. പള്ളിയിൽ നടന്ന ചടങ്ങിൽ അമൽഗൈർ എക്സിക്യൂട്ടീവ് അംഗം EM അന്നാസർ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ PA അബ്ദുള്ള, അബ്ദുറഹ്മാൻ ഹാജി, വലിയഗത്ത്, മുസ്തഫ താനത്ത് പറമ്പിൽ എന്നിവർക്ക് താക്കോൽ കൈമാറി. മഹല്ല് ഖത്തീബ് ഹാളിഹ് അബ്ദുൾ റഹ്മാൻ അൻവരി പ്രാർത്ഥന നിർവഹിച്ചു. മഹലിലെയും പരിസര പ്രദേശങ്ങളിലെയും സൗകര്യക്കുറവ് മൂലം പ്രയാസം അനുഭവിക്കുന്നവർക്ക് മയ്യത്ത് കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നതിനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പുത്തഞ്ചിറ പകരപ്പിള്ളി ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷം നടന്നു. ആഘോഷത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമം, കാവടിയാട്ടം, വൈകിട്ട് ദീപാരാധന, ശാസ്താംപാട്ട്, ഭസ്മക്കാവടിയാട്ടം, എതിരേൽപ്പ് എന്നിവ നടക്കും. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. 1300-ലധികം മത്സരാർത്ഥികൾ 35-ലധികം ക്ലബ്ബുകളിലൂടെ 60-ൽ പരം ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾക്കാണ് തുടക്കമായത്. ആദ്യ ഇനമായ പഞ്ചഗുസ്തി പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവിയും വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസും തമ്മിൽ മത്സരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ PA ഇസ്ഹാഖ്, PK സുകന്യ, ദേവിക ദാസൻ, മറ്റു പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സെക്രട്ടറി ഗിരീഷ് മോഹൻ, അസിസ്റ്റന്റ് സെക്രട്ടറി PN ആശ, കോർഡിനേറ്റർ KK സക്കറിയ, TS നജീബ് എന്നിവർ സംബന്ധിച്ചു. എടതിരുത്തി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. പൈനൂർ മണപ്പുറം അക്വാട്ടിക് കോംപ്ലക്സിൽ നടന്ന നീന്തൽ ഷട്ടിൽ മത്സരങ്ങളോടെയാണ് കേരളോത്സവം ആരംഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ അധ്യക്ഷനായി.
പഞ്ചായത്ത് അംഗങ്ങളായ PH ബാബു, PA ഷമീർ, കോർഡിനേറ്റർ സുബിൻ, ES സിനീഷ്, സുധീർ, റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഫാം യന്ത്രവൽക്കരണത്തിനുള്ള സഹായവും കാർഷിക യന്ത്രങ്ങളുടെ സർവീസ് ക്യാമ്പയിനും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് സംഘടിപ്പിച്ചു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ആത്മ പ്രൊജക്ട് ഡയറക്ടർ N ഷീല മുഖ്യാതിഥിയായി. ജില്ലാ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ BV ജയകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു. തൃശൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബീന ഫ്രാൻസിസ്, മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിസമോൾ സൈമൺ, മതിലകം കൃഷി ഓഫീസർ CB അജിത്, മതിലകം ബ്ലോക്ക് കൃഷി ഓഫീസർമാർ, മറ്റു കൃഷി ഉദ്യോഗസ്ഥർ, കാർഷിക സേവന കേന്ദ്രത്തിലെ അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്നമനട പഞ്ചായത്തിലെ ഹരിത കർമ്മസേനയുടെ സേവനത്തിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ നിന്നും ചില്ലുഭരണി തെറിച്ചു വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക് പറ്റിയെന്ന് പരാതി. വലിയ പറമ്പ് സ്വദേശിയായ പൈക്കാട്ട് വീട്ടിൽ ജിനീഷിനാണ് പരിക്കേറ്റത്. ക്ഷേത്രത്തിലെ പൂജാരിയെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതിനെതിരെ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി. വടക്കൻ പറവൂർ തത്തപ്പിള്ളി ദുർഗാക്ഷേത്രത്തിലെ പൂജാരിയെയാണ് കരപ്രമാണി ജാതി പറഞ്ഞ് ആക്ഷേപിച്ചത്. ചാലക്കുടി കലാഭവൻ മണി സ്മാരക പാർക്കിലെത്തുന്നവരെ വരവേൽക്കാൻ ഗജരാജ ശില്പം തയ്യാറായി. വിമർശനങ്ങൾക്ക് ഫലം കണ്ടുവെന്ന സംതൃപ്തിയിലാണ് നാട്ടുകാർ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.